എല്ലാ ചാപ്റ്ററിൻ്റെയും മെയിൻ പോയിന്റ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജസ്റ്റ് എല്ലാ ചാപ്റ്ററിൻ്റെയും സമ്മറിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്കൊന്ന് കടന്നു പോകും. 4ാമത്തെ ചാപ്റ്ററാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. 4ാമത്തെ ചാപ്റ്ററും 5ാമത്തെ റിഫ്രാക്ഷനും തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 4ാമത്തെ റിഫ്ലക്ഷനും 5ാമത്തെ റിഫ്രാക്ഷനും. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ നോക്കാം. 4ാമത്തിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും. അപ്പോൾ റെഗുലർ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ റെഗുലർ റിഫ്ലക്ഷനിൽ ഒരു സ്മൂത്ത് സർഫസിൽ ലൈറ്റ് റേസ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അവർ പാരലായിട്ട് തന്നെ ആ ലൈറ്റ് റേസിന് പാരലായിട്ട് തന്നെ എന്ത് ചെയ്യും, കടന്നു പോകും, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യും. ഇതാണ് റെഗുലർ റിഫ്ലക്ഷനായിട്ട് റിലേറ്റ് ചെയ്ത ചിത്രം. അപ്പോൾ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത് സർഫസിൽ ലൈറ്റ് റേസ് വന്ന് അടിക്കുമ്പോൾ ആ ലൈറ്റ് റേസിന് പാരലായിട്ട് എന്ത് കടന്നു പോകും, പ്രകാശരശ്മികൾ കടന്നു പോകും. അപ്പോൾ അതാണ് റെഗുലർ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ സംഭവിച്ച് പോകും. ഇനി ഇറഗുലർ റിഫ്ലക്ഷൻ ആണെങ്കിൽ ഒരു റഫ് സർഫസ് ആയിരിക്കും. ഈ റഫ് സർഫസിൽ ലൈറ്റ് റേസ് വന്ന് പതിക്കുമ്പോൾ ഇറഗുലർ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. ഒന്നിനു കൊണ്ടേ ഒന്നായിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല, വന്നടിക്കുന്ന ലൈറ്റ് റേസിന് പാരലായിട്ടായിരിക്കില്ല ഇടിച്ചു കഴിഞ്ഞ ശേഷം ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. ഇനി എന്തായിരിക്കും റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റേസ് ഒരു പ്ലെയിനിൽ നിന്ന് അല്ലെങ്കിൽ ലൈറ്റ് റേസ് ഒരു പ്ലെയിനിലേക്ക് നിന്ന് തട്ടി തിരിച്ച് പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിപതനം എന്നൊക്കെ നമ്മൾ പറയും. ഇനി അതിനകത്ത് രണ്ടെണ്ണമുള്ളത് റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് സർഫസിലെ ലൈറ്റ് റേസ് ഒന്ന് പാസ് ചെയ്യുമ്പോൾ റിഫ്ലക്ഷന് ശേഷം അല്ലെങ്കിൽ വന്ന് ഇടിച്ചതിന് ശേഷം എന്ത് ചെയ്യും, പാരലായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് റേസിന് പാരലായിട്ട് പ്രകാശരശ്മികൾ കടന്നു പോകും. ഇതിനെയാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഫ് സർഫസിൽ, മുകളിൽ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ താഴെ ഇറഗുലറിനകത്ത് ഒരു റഫ് സർഫസിൽ ലൈറ്റ് റേസ് ഒന്ന് തട്ടുമ്പോൾ അവർ ലൈറ്റ് റേസിന് വരുന്ന ലൈറ്റ് റേസിന് പാരലായിട്ടായിരിക്കില്ല, ഇറഗുലർ ആയിട്ടായിരിക്കും ഇത് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെ വിളിക്കുന്നതിനാണ് ഇത് ഇറഗുലർ റിഫ്ലക്ഷൻ. ഇനി അവിടെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 3 ടൈപ്പ് മിററുകൾ. നമ്മൾ തൊട്ട് ചാപ്റ്റർ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. കാരണം അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെൻസുകളാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് മിററുകൾ. 3 മിററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ. അത് ഈ പ്ലെയിൻ മിററിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. പിന്നെ കോൺവെക്സും അത്രയ്ക്കില്ല. കോൺകേവ് മിററിൻ്റെയാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാറുള്ളത്. കാരണം കോൺകേവ് മിററിനകത്താണ് നമുക്ക് ഇമേജ് ഫോർമേഷൻ്റെ റേ ഡയഗ്രം വരയ്ക്കാനുണ്ട്. പിന്നെ ഒരു റേ ഡയഗ്രം തന്നിട്ട് അതിൻ്റെ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു എന്ന് പറയും. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് ഇന്ന സ്ഥലത്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ എഫിനും 2Fനും ഇടയിൽ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എഫിൽ വെച്ചിരിക്കുന്നു, സിക്ക് അപ്പുറം വെച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആ കോൺകേവ് ലെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. അതായത് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ തന്നിട്ട് നമ്മളടുത്ത് റേ ഡയഗ്രം വരയ്ക്കാൻ പറയും. ഇനി റേ ഡയഗ്രം തന്നിട്ട് ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന പൊസിഷൻ എവിടെയാണെന്ന് ചോദിക്കും. അപ്പം അത് പഠിച്ചോണം. ഇനി അവിടെ വരുന്നതാണ് മിറർ ഇക്വേഷനും ഫോക്കൽ ലെങ്തും. അപ്പം മിറർ ഇക്വേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം മിറർ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ലെൻസ് ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം മിറർ ഇക്വേഷനും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. F = UV/U+P. നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ലെൻസ് മൈനസ് എന്നും മിറർ പ്ലസ് എന്നും ഓർത്ത് വെക്കണം. അതായത് മിറർ ഇക്വേഷൻ ആണെങ്കിൽ F = UV/U+P യും ലെൻസ് ഇക്വേഷൻ ആണെങ്കിൽ F = UV/U - V യും ആണ്. അപ്പോൾ ഇത് രണ്ടും റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചോളാം. മിററും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള റിലേഷനാണ് ചോദിക്കുന്നതെങ്കിൽ F = UV/U+P. ലെൻസും ഫോക്കൽ ലെങ്തും തമ്മിലുള്ള റിലേഷനാണ് ചോദിക്കുന്നതെങ്കിൽ F = UV/U - V. ഈ എന്താണ് U എന്ന് എന്താണ് V എന്നും പഠിക്കണം. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്കുള്ള ദൂരം. ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഇവിടെ നമ്മൾ മിറർ വെച്ചിരിക്കുകയാണ്. ഈ ഒബ്ജക്റ്റിൽ നിന്ന് മിററിലേക്കുള്ള ദൂരമാണ് U. ഇനി എന്താണ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ചിലപ്പോൾ ഇവിടെയാണ് ഫോം ചെയ്തതെങ്കിൽ ഈ ഇമേജിൽ നിന്ന് മിററിലേക്കുള്ള ദൂരമാണ് V. അപ്പോൾ അത് രണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് ഇമേജിൽ നിന്ന് മിററിലേക്കുള്ള അകലമാണ് V. അതിന്റെ വില നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടും. അപ്പോൾ അതാണ് മിറർ ഇക്വേഷൻ. F = UV/U+P. ഇനി മിറർ ഇക്വേഷൻ ഇവിടെ പഠിക്കാനുള്ളതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത ചാപ്റ്ററിലും ഉണ്ട്. അത് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അതിനകത്ത് നോക്കി ഇതിപ്പോൾ ഒരു മിറർ ആണെങ്കിൽ
ഇവിടെയാണ് നമ്മൾ എപ്പോഴും ഒബ്ജക്റ്റിനെ വെക്കുന്നത്. ഒബ്ജക്റ്റ് OB. അപ്പോൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് എപ്പോഴും നമ്മൾ ഏതിനെയായിരിക്കും ഒറിജിനായിട്ട് കണക്ക് കൂട്ടുന്നത്? ഈ മിററിന്റെ സെന്ററിനെ ആയിരിക്കും ഒറിജിൻ O ആയിട്ട് കണക്ക് കൂട്ടുന്നത്. രണ്ട് ആക്സിസ് ആണ് ഇന്ന് കണക്ക് കൂട്ടുക. അതായത് X ആക്സിസും Y ആക്സിസും പോലെ ഇതിന്റെ ഒറിജിൻ ഇവിടെയാണ്. അതുപോലെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടെന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക. ഇങ്ങനെ ആക്സിസ് ഉണ്ടെങ്കിൽ ഈ മിററിന്റെ ഏറ്റവും ഒത്ത നടുക്കായിട്ടായിരിക്കും ഇതിന്റെ എന്ന് പറയുന്നത് ഒറിജിൻ എന്ന് പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റിന്റെ ലെങ്ത് എപ്പോഴും മുകളിലേക്ക് ആയതുകൊണ്ട് എപ്പോഴും ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇമേജ് എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവും, ഇനി ഇമേജ് എപ്പോഴും എന്തുമായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും എടുക്കുന്നത്. എക്സാമ്പിൾ പറയാം. 5 സെന്റിമീറ്റർ ഹൈറ്റിൽ 4 സെന്റിമീറ്റർ ഹൈറ്റിൽ ഇമേജ് ഫോം ചെയ്തു. 5 സെന്റിമീറ്റർ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷനിൽ പറയും? ഒബ്ജക്റ്റ് OB = +5, ഇമേജ് IM എന്നുള്ള ഇമേജ് IM = -4. ഇങ്ങനെയായിരിക്കണം എഴുതുന്നത്. അപ്പോൾ ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഇനി നമ്മൾ പിന്നീട് ഇനി പറയാനുള്ളത് ഈ മിററിന്റെ ഇവിടെയാണ് നമ്മൾ ഒറിജിനായിട്ട് നടക്കുന്നത്. പിന്നീട് പറഞ്ഞു ഒറിജിന്റെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ചു വെക്കാം. ഒറിജിന്റെ ഇത് ഒറിജിൻ ആണെങ്കിൽ ഒറിജിന്റെ വലത്തെ വശത്തുള്ളതെല്ലാം പോസിറ്റീവും ഇടത്തെ വശത്തുള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓർത്ത് വെക്കാം. ഇനി അതുപോലെ ഇതുകൊണ്ട് മുകളിലേക്കുള്ളതെല്ലാം പോസിറ്റീവ്, താഴേക്കുള്ളതെല്ലാം നെഗറ്റീവ്, ഇടത്തേക്കുള്ളതെല്ലാം പോസിറ്റീവ്, വലത്തേക്കുള്ളതെല്ലാം നെഗറ്റീവ്. ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതിനുശേഷം ഉള്ളതാണ് ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ M. മാഗ്നിഫിക്കേഷൻ M = -HI/HO. HI = height of image, HO is the height of object. അപ്പം ഇമേജിന്റെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് അറിയാമെങ്കിൽ അതിന്റെ മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് റിഫ്ലക്ഷൻ ഉണ്ട്, പിന്നെ റേ ഡയഗ്രംസ് ഉണ്ട്, മിറർ ഇക്വേഷൻ ഉണ്ട്, അതുമായിട്ട് റിലേറ്റഡ് ഫോക്കൽ ലെങ്ത് ഉണ്ട്, പിന്നീട് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഉണ്ട്. ഇനി ലെൻസിന്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോരുന്നത്. അടുത്ത 5ാമത്തെ ചാപ്റ്ററാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇത് തൊട്ട് മുമ്പേ പറഞ്ഞ റിഫ്ലക്ഷൻ ആണ്, രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇനി ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എല്ലാ മീഡിയത്തിനും ഒരുപോലെ ആയിരിക്കില്ല. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓരോ മീഡിയത്തിൻ്റെയും ടെക്സ്റ്റിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, അത് പഠിക്കണം. വാക്വത്തിൻ്റെ ആയാലും വാട്ടറിൻ്റെ ആയാലും ഗ്ലാസിൻ്റെ ആയാലും ഡയമണ്ടിൻ്റെ ആയാലും പഠിക്കണം. പിന്നീട് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് വാക്വത്തിനാണ്, ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ഡയമണ്ടിനുമാണ്. അപ്പോൾ എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് നമ്മൾ പഠിക്കണം. അതിൻ്റെ ഡെഫിനിഷൻ വ്യക്തമായിട്ടുണ്ട്. ഒരു മീഡിയത്തിൽ കൂടി ലൈറ്റ് കടന്നു പോകുമ്പോൾ ആ ലൈറ്റിന്റെ പാത്തിനെ ആ മീഡിയം എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നറിയുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന ഒന്നാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇനി എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേ ഓഫ് ലൈറ്റ് ഒരു ട്രാൻസ്പെറന്റ് മീഡിയത്തിൽ നിന്ന് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ആ ലൈറ്റിന്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി റിഫ്രാക്ഷന്റെ ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പറയുന്ന ഒന്നാണ് സ്നെൽസ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് റിഫ്രാക്ഷൻ. ലോ ഓഫ് റിഫ്രാക്ഷൻ. ഈ ലോ ഓഫ് റിഫ്രാക്ഷനിൽ വരുന്ന ഒരു 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത് വരുന്നതാണ് ഇൻസിഡന്റ് ആംഗിൾ, റിഫ്ലക്ഷൻ ആംഗിൾ, നോർമല്. ഈ 3 പേരും ഒരേ പ്ലെയിനിലായിരിക്കും. ലോ ഓഫ് റിഫ്രാക്ഷന്റെ ഒന്നാമത്തെ നിയമമാണ് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ. These are the same plane. 3 പേരും ഒരേ പ്ലെയിനിലായിരിക്കും. പിന്നെ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത് സൈൻ I ആണ്. റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത് സൈൻ R ആണ്. ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെയും, അതായത് sin A/sin R = A കോൺസ്റ്റന്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്നെൽസ് ലോ. വ്യക്തമായിട്ട് പഠിച്ചോളാം. എന്തെങ്കിലും ലോ ഓഫ് റിഫ്രാക്ഷൻ ആയിട്ട് തന്നെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, നോർമൽ ആർ ദി സെയിം പ്ലെയിൻ. രണ്ടാമത് തന്നെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് സൈൻ എയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ സൈൻ ആറും എന്ന് പറയുന്ന ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത്. ഇനി ഇതിന് ശേഷം വരുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയത്തിനെ അല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മുതൽ നോക്കാം. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്
sin I by sin r equal to a constant. ഇതിനെ നമുക്ക് സ്നെൽസ് ലോ എന്നും പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കണ്ടുപിടിക്കാൻ sin I sin r വെച്ച് പറ്റും. ഇനി എന്താണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ച് മറ്റൊരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് റിലേറ്റീവ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വാക്കി തന്നെയുണ്ട്. അതായത് ഒന്നിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ച് മറ്റൊന്നിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നു. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ അത് നോക്കണം. പിന്നീട് അതിന് ശേഷം തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പരീക്ഷണം എഴുതാൻ നിങ്ങളോട് ചോദിക്കും. ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. അതിനകത്ത് ഒരെണ്ണമാണ് ഒരു ബീക്കറിനകത്ത് ഒരു 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു പെൻസിൽ ചേർച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പെൻസിലിന്റെ ആ വെള്ളത്തിനോട് അടുക്കുന്ന ഭാഗം, അതായത് ഇതൊരു ബീക്കറാണ്, ഇത് ഇതിനകത്ത് 3/4 ഭാഗത്തോളം വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഈ പെൻസില് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പെൻസിലാണെങ്കിൽ നമ്മൾ ഇതിന് റിഫ്രാക്ഷൻ സംഭവിച്ച് ഇത്രയൊരു വളഞ്ഞായിരിക്കും ആ പെൻസിൽ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അത് റിഫ്രാക്ഷന്റെ ഫലമായിട്ടാണ്. അതുപോലെ നമ്മൾ സ്പൂണ് വെള്ളത്തിൽ ഇങ്ങനെ സ്പൂണ് ചെറുതായിട്ട് ഒടിഞ്ഞതുപോലെ കാണപ്പെടുന്നു. പിന്നെ കോയിൻ നമ്മൾ ബീക്കറിനകത്ത് വെള്ളം ഇല്ലാതെ കോയിൻ വെച്ചിട്ട് അതിനെ നോക്കി നമ്മൾ കുറച്ച് പുറകോട്ട് നടത്തിയിട്ട് അതിനെ കാണാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോൾ ആ ബീക്കറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോയിനെ കാണാൻ പറ്റും. അപ്പോൾ ആ പരീക്ഷണങ്ങളൊക്കെ പഠിച്ചോണം. അതിനുശേഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒന്നാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഈ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് നോക്കണം. എപ്പോഴും വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 48.6 ഡിഗ്രി ആയിരിക്കും. ഇനി എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേ ഓഫ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന്, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് റേസ് പാസ് ചെയ്ത് പോകും. ഇങ്ങനെ ലൈറ്റ് റേസ് പാസ് ചെയ്ത് പോകുമ്പോൾ അവർക്കൊരു പ്രത്യേക ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ട്. ആ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടി കൂടിയ അളവിലാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം, റേ ഓഫ് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യണം. ഇനി ആ റേ ഓഫ് ലൈറ്റിന്റെ പ്രത്യേകത എന്തായിരിക്കണം? ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിൽ നിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലേക്കാണ് റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇച്ചിരി വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഇതൊരു ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയമാണ് എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ വാട്ടർ ആണെന്ന് ഇരിക്കട്ടെ. വാട്ടറിന്റെ ക്രിട്ടിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 48.6 ഡിഗ്രി ആണ്. ഈ വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടി കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എയറിന്റെ. ക്രിട്ടിക്കൽ ആംഗിൾ വാട്ടറിന്റെ 48.6 ഡിഗ്രി ആണ്. ഈ ക്രിട്ടിക്കൽ ആംഗിൾ കൂടിയ ഭാഗത്ത് നിന്ന് ക്രിട്ടിക്കൽ ആംഗിൾ കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് റേസ് പാസ് ചെയ്ത് പോകും. ഇങ്ങനെ ലൈറ്റ് റേസ് പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം ഈ മീഡിയത്തിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 48.6 ഡിഗ്രി ആണ്. ഒന്നുകൂടെ പറയാം, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി കിട്ടുന്നത് എപ്പോഴാണോ അപ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് നോക്കാറുള്ളത്. ഏതൊക്കെ? ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും. അപ്പോൾ ഒന്നുകൂടെ നോക്കി, എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിൽ നിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലേക്ക് ലൈറ്റ് റേസ് പാസ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ കിട്ടുന്നത് ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രിയാണ് കിട്ടുന്നതെങ്കിൽ അപ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടി കൂടിയിരുന്നു കഴിഞ്ഞാൽ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടി കൂടിയിരുന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിക്കില്ല? റിഫ്രാക്ഷൻ സംഭവിക്കില്ല. അങ്ങനെ റിഫ്രാക്ഷൻ സംഭവിച്ചില്ലെങ്കിൽ ഇതാ ഡയഗ്രം എങ്ങനെയായിരിക്കും? സെയിം മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു വരും. എന്താ പറഞ്ഞേ? ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടി കൂടിയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇരിക്കുന്നതെങ്കിൽ അവർക്ക് റിഫ്രാക്ഷൻ സംഭവിക്കാതെ സെയിം മീഡിയത്തിലേക്ക് തന്നെ കടന്നു വരും. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒപ്റ്റിക് ഫൈബറുകളെ കുറിച്ച് പഠിക്കുന്നത്. ഏറ്റവും ചെറിയ
ഇലക്ട്രിക് സിഗ്നലുകളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചെറിയ നാരുകളാണ് ഒപ്റ്റിക് ഫൈബറുകൾ. അവരുടെ പ്രത്യേകത പഠിച്ചോണം. അതിനുശേഷമാണ് നമ്മൾ ലെൻസുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3-4 കാര്യങ്ങൾ, അതായത് ഒപ്റ്റിക് സെന്റർ എന്താണ്, സെന്റർ ഓഫ് കർവേച്ചർ എന്താണ്, പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ഫോക്കസ്, ഇങ്ങനെ പഠിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഒപ്റ്റിക് സെന്റർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെൻസിന്റെ മിഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെന്റർ. അല്ലെങ്കിൽ ഇതൊരു ലെൻസ് ആണെന്ന് കരുതുക. അപ്പൊ ഈ ലെൻസിന്റെ ഒപ്റ്റിക് സെന്റർ ഇസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ലെൻസ്. ഈ ലെൻസിന്റെ മിഡ് പോയിന്റ് നമുക്കറിയാം 2 സർക്കിളുകൾ ചേർന്നാണ് ഇതാണ് ഒരു ലെൻസ്. അപ്പൊ ഈ ലെൻസിന്റെ ഏതിനെ വിളിക്കുന്ന പേരാ? മിഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെന്റർ. ഇതിനെ നമ്മൾ P എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ? എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ? ഈ ഒപ്റ്റിക് സെന്ററിനെ കണക്ട് ചെയ്തുകൊണ്ട്, അതായത് ഒരു ലെൻസ് ഏത് സ്പിയറിന്റെ ഭാഗമാണോ ആ സ്പിയറിന്റെ സെന്ററും ഒപ്റ്റിക് സെന്ററും കൂടി കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഇമാജിനറി ലൈനാണ് എന്തെന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചർ. ഇതൊക്കെയാ പറയുന്നത് 2 സ്പെറിക്കൽ മിററുകളുണ്ട്. ഈ സ്പെറിക്കൽ മിറർ ഏത് സെന്ററിലാണോ എഴുതുന്നത് അങ്ങനെയാണ് ലെൻസിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ തരട്ടെ, നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. എന്താണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെൻസിന്റെ കേന്ദ്രത്തിനെ വിളിക്കുന്ന, മിഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെന്റർ. എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ? ഒരു ലെൻസ് ഏത് സ്പിയറിന്റെ ഭാഗമാണോ ആ സ്പിയറിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഇനി എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ്? ഈ സെന്റർ ഓഫ് കർവേച്ചറിനെയും ഒപ്റ്റിക് സെന്ററിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഒരു ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് ഏത്? പ്രിൻസിപ്പൽ ആക്സിസ്. 3 കാര്യങ്ങൾ: ഒപ്റ്റിക് സെന്റർ, സെന്റർ ഓഫ് കർവേച്ചർ, അവരെ തങ്ങൾ കണക്ട് ചെയ്യുന്ന ഇമാജിനറി ലൈൻ, പ്രിൻസിപ്പൽ ആക്സിസ്. ഇനിയുള്ളത് പ്രിൻസിപ്പൽ ഫോക്കസ്. ഈ 3 കാര്യങ്ങളും കോൺകേവ് ലെൻസിനും കോൺവെക്സ് ലെൻസിനും സെയിമാണ്. എന്നാൽ പ്രിൻസിപ്പൽ ഫോക്കസ് മാത്രം നമ്മുടെ കോൺകേവ് ലെൻസിന്റെ ആണെങ്കിൽ ഇമാജിനറി ഫോക്കസ് ആയിരിക്കും. എന്നാൽ കോൺവെക്സിന്റെ ആണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള, അതായത് ക്ലിയർ ആയിട്ടുള്ള ഫോക്കസ് ആയിരിക്കും. അതായത് ഒരു കോൺകേവ് ലെൻസ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത്, ഈ കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് അവിടെ ഉണ്ട് എന്ന് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ കോൺവെക്സ് ആണെങ്കിൽ ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോകുന്ന ലൈറ്റ് റേസ് എല്ലാം പ്രിൻസിപ്പൽ ആക്സിസിന്റെ ഒരു പോയിന്റിൽ തന്നെ ചെന്ന് മീറ്റ് ചെയ്യും. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇത് രണ്ടും പഠിച്ചോണം. കോൺവെക്സ് ആണെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് കടന്നു പോകുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു, അതാണ് ഫോക്കസ്. ഇനി കോൺകേവ് ആണെങ്കിൽ അതിനെന്തില്ല, ഒരു റിയൽ ആയിട്ടുള്ള ഫോക്കസ് ഇല്ല, ഇമാജിനറി ഫോക്കസ് ആയിരിക്കും ഉള്ളത്. ഇനി അതിനുശേഷം പിന്നീട് തന്നെയാണ് ഇതിന്റെ റേ ഡയഗ്രംസ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു, റേ ഡയഗ്രംസ് 2Fന് അപ്പുറം, 2Fന് ഇപ്പുറം, സിക്കും 2Fനും ഇടയിൽ, പിന്നെ പോളിനപ്പുറത്ത്, ഇനി 2Fന് ബിയോണ്ട് 2F, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ എല്ലാ റേ ഡയഗ്രം വരയ്ക്കാനും അതിൻ്റെ പ്രത്യേകതകളും പഠിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളും പിന്നെ നമ്മൾ തൊട്ട് പുറത്തെ ചാപ്റ്ററിൽ പഠിച്ച ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അത് തന്നെ ഉള്ളൂ. അതുപോലെ തൊട്ടപ്പുറത്ത് പഠിച്ച മാഗ്നിഫിക്കേഷനും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും തൊട്ട് പുറത്തെ ചാപ്റ്ററിൽ, 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ്. പിന്നീട് പവർ ഓഫ് ലെൻസ്, റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്, അതായത് പവർ P = 1/f. ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് പവർ. അപ്പോൾ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇനി ഇതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് നക്ഷത്രങ്ങളുടെ തിളക്കത്തിന് കാരണം? എന്തുകൊണ്ട് നക്ഷത്രങ്ങൾ തിളങ്ങി കാണുന്നു? അത് ഈ റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ലൈറ്റ് റേസ് തിളങ്ങാൻ കാരണം നമ്മുടെ ആകാശത്ത് നിന്ന് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക്, അതായത് നക്ഷത്രങ്ങളെ കാണുന്ന അവിടെ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് നക്ഷത്രങ്ങളുടെ വെളിച്ചം വരുന്നത് വളരെ അറ്റ്മോസ്ഫിയറിന്റെ പല ലെയറുകളിൽ കൂടി കാണുന്നത്, അല്ലെങ്കിൽ വളരെ ദൂരം സഞ്ചരിച്ചാണ്. ഇങ്ങനെ വളരെ ദൂരം സഞ്ചരിച്ച് വരുമ്പോൾ ഇവർക്ക് റിഫ്രാക്ഷൻ സംഭവിക്കും. ഇങ്ങനെ റിഫ്രാക്ഷൻ സംഭവിച്ചു വരുന്ന ഈ ലൈറ്റ് റേസ് എല്ലാം കൂടി ഒരുമിച്ച് കൂടി നമ്മുടെ കണ്ണിൽ എന്ത് കാണാൻ പറ്റും? നക്ഷത്രങ്ങളെ നല്ല രീതിയിൽ മിന്നിത്തിളങ്ങുന്ന പല കളറുകളിൽ മിന്നിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ എന്ത് എഴുതണം? റിഫ്രാക്ഷൻ മൂലം തന്നെയാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. നെക്സ്റ്റ് 7ാമത്തെ ചാപ്റ്ററാണ് എനർജി മാനേജ്മെന്റ് ആണ്. ഇതിനകത്ത് ഏറ്റവും റിലേറ്റഡ് ആയിട്ട് നോക്കേണ്ടത് എന്താണ് ഫ്യൂവൽസ്, എന്താ ഹൈ കലോറിഫിക് വാല്യൂ നമുക്ക്
കത്തുമ്പോൾ ഹൈ കലോറിഫിക് വാല്യൂ നമുക്ക് തരുന്ന ക്ഷമതയുള്ള ആൾക്കാരാണ് ഫ്യൂവൽസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട് CNG, LNG, LPG. ഈ CNG, LNG, LPG ആയിട്ട് റിലേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതൊക്കെയാണ്? CNGക്കകത്ത് പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് മീഥേനാണ്. LNGക്കകത്ത് മീഥേൻ തന്നെയാണ്. LPGക്കകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബ്യൂട്ടേനാണ്. എന്നാൽ LPG ലീക്ക് ആകുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈഥൈൽ മെർക്യാപിറ്റൻ എന്ന് പറഞ്ഞ സ്മെല്ലുള്ള ഒരു കെമിക്കൽ കൂടി ചേർക്കാറുണ്ട്. അതുകൊണ്ടാണ് LPG ലീക്ക് ആവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. പിന്നെ അതിനുശേഷം വരുന്നതാണ് ബയോഗ്യാസ് പ്ലാന്റ്. എന്താണ് ബയോഗ്യാസും ബയോമാസും തമ്മിലുള്ള ഡിഫറൻസ്? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. ബയോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയൊക്കെ വേസ്റ്റ് അഴുകി ചേർന്ന് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ബയോമാസ് എന്ന് പറയുന്നത്. എന്നാൽ ബയോഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി വേസ്റ്റുകൾ, പിന്നെ ചാണകം, അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു ബയോഗ്യാസ് പ്ലാന്റിലിട്ട് അതിനെ അടച്ചു വെച്ച് അതിൽ നിന്ന് കുറേ നാൾ പഴകിയതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത്? ബയോഗ്യാസ് എന്ന് പറയുന്നത്. ഇനി രണ്ടും എന്തില്ല, നമ്മുടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്, വലിയ പൊല്യൂഷൻ ആയിട്ടുള്ളതല്ല. ഇനി ഫ്യുവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് കലോറിഫിക് വാല്യൂ എന്ന് നോക്കിക്കോണം. അതായത് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ എ ഫ്യുവൽ ഫോർ ദി കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 kilogram ഓഫ് ഫ്യുവൽ. അതായത് 1 kilogram ഇന്ധനം കത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇന്ധനത്തിന്റെ അളവ് അല്ലെങ്കിൽ ഹീറ്റിന്റെ പുറത്തേക്ക് പോകുന്ന ഹീറ്റിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് കലോറിഫിക് വാല്യൂ. എന്തോ 1 kilogram ഇന്ധനം കത്തുമ്പോൾ പുറത്തേക്ക് വിടുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവ് എത്രയോ തന്നെയാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഹൈ കലോറിഫിക് വാല്യൂ ഉള്ള ഒരു ഫ്യുവലാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പക്ഷേ ഹൈ കലോറിഫിക് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രജനെ ഫ്യുവലായിട്ട് ഉപയോഗിക്കത്തില്ല. കാരണം ഹൈഡ്രജൻ വൻ സ്ഫോടക സ്വഭാവം ഉള്ളതാണ്. അതുകൊണ്ട് മാത്രമല്ല ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും ട്രാൻസ്പോർട്ടേഷനും ഒന്നും നമുക്ക് സാധ്യമല്ല. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് നമ്മുടെ സോളാറിന്റെ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ പാനൽ. അത് സോളാർ എനർജി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. പിന്നീട് കടലിൽ നിന്നുള്ള തിരുമാലയിൽ നിന്നുള്ള ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ടൈഡൽ എനർജിയിൽ നിന്ന് നമുക്ക് ഒരുപാട് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരൽ. എന്താണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേറെ ഭാരം കുറഞ്ഞ അല്ലെങ്കിൽ ലൈറ്റർ ന്യൂക്ലിയറുകൾ കൂടിച്ചേർന്ന് ഹെവിയർ ന്യൂക്ലിയറുകളാകും, ഫ്യൂസ് ചെയ്ത് ഹെവിയർ ന്യൂക്ലിയറുകളാകുന്നതാണ് ഇത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹെവിയർ ആയിട്ടുള്ള ന്യൂക്ലിയർ സ്പ്ലിറ്റ് ചെയ്ത് ലൈറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയറുകളാകുന്നതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ന്യൂക്ലിയർ ഫിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഒന്നാണ് ന്യൂക്ലിയർ ഫിഷൻ ഏതിന്റെ പ്രവർത്തനത്വമാണ്? അതായത് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് ന്യൂക്ലിയർ ഫിഷനും ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനുമാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂസ് ചെയ്യുക, കൂടിച്ചേരുക. ലൈറ്റർ ന്യൂക്ലിയർ കൂടിച്ചേർന്ന് ഹെവിയർ ആകുന്നു, അത് ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തനത്വമാണ്. ഇനി ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവിയർ ന്യൂക്ലിയറുകൾ ഡിവൈഡ് ചെയ്ത് ലൈറ്റർ ന്യൂക്ലിയറുകൾ ആകുന്നു, അത് ആറ്റം ബോംബിന്റെ പ്രവർത്തനത്വമാണ്. ഇത്രയും കാര്യങ്ങളാണ് 7ാമത്തെ ചാപ്റ്ററിൽ നോക്കാറുള്ളത്. അതിനകത്ത് ഒരിക്കലും വിട്ടുപോകാതെ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും നോക്കണം. പിന്നെ അതുപോലെ CNG, LNG, LPG അവയിലെ പ്രധാനപ്പെട്ട കമ്പോണൻസും, പിന്നെ നമ്മുടെ ഇവിടുന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സോളാർ എനർജി, ടൈഡൽ എനർജി, അത്തരത്തിലുള്ള എനർജികൾ ഏതെല്ലാം തരത്തിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നും ഫ്യൂവൽസിന്റെ കലോറിഫിക് വാല്യൂവിനെ കുറിച്ചും നോക്കാം.